ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. മൗലാന ആസാദ് സോഷ്യോ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. മൗലാന ആസാദ് സോഷ്യോ കൾച്ചറൽ സെന്റർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചു. പലേപ്പള്ളി ആസാദ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 9:30 മൗലാന ആസാദ് ലൈബ്രറി രക്ഷാധികാരി ഡോക്ടർ ബിജു ഫിലിപ്പ് പതാക ഉയർത്തി. സുനിത ഫൈസൽ ഉണർത്തുപാട്ടിന് നേതൃത്വം നൽകി. റിപ്പബ്ലിക് സദസ്സിന്റെ ഉദ്ഘാടനം സമസ്ത കേരള സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറി എം അബ്ദുൽ ഹമീദ് IPS ഉദ്ഘാടനം ചെയ്തു. പരമാധികാര രാഷ്ട്രമായി നടപ്പിലായത് ഈ 1950 ജനുവരി 26 അന്ന് തന്നെ നമുക്കൊരു ഫ്ലാഗ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമവും പാസ്സാക്കി. അതായത് ഈ ത്രിവർണ്ണ പതാക അത് എങ്ങനെയായിരിക്കണം ഹോയിസ്റ്റ് ചെയ്യേണ്ടത്, അത് ഹോയിസ്റ്റ് ചെയ്യാമോ? ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിപ്പബ്ലിക് ഡേയിൽ പതാക ഹോയിസ്റ്റ് ചെയ്യുകയല്ല, കെട്ടിവെച്ചിട്ട് അത് വിടർത്തുക മാത്രമാണ് ചെയ്യേണ്ടത് ഫ്ലാഗ് കോഡ് പ്രകാരം. മൗലാന ആസാദ് ലൈബ്രറി പ്രസിഡന്റ് NKM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. റിപ്പബ്ലിക് എന്ന ആശയത്തിന് വളരെ വ്യക്തമായ നിർവചനം നൽകിയിട്ടുണ്ട്. വ്യക്തിയല്ല നിയമമാണ് ഭരിക്കേണ്ടതെന്ന് അരിസ്റ്റോട്ടിൽ നിഷ്കർഷിച്ചു. റിപ്പബ്ലിക് എന്ന പദം ലാറ്റിൻ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മുടെ പ്ലാറ്റോ പറഞ്ഞത് നാടിൻ്റെ അടിസ്ഥാനം നീതിയും ആവണം എന്ന് അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ രാജ്യം 77ാം റിപ്പബ്ലിക് ദിനത്തിൽ വൈസ് പ്രസിഡന്റ് CM ഇബ്രാഹിം കുട്ടി സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ഷീജ നവാസ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. IIT ജമ്മുവിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 90% മാർക്കോടെ MTech കരസ്ഥമാക്കിയ ഡോക്ടർ ഷാലിൻ സലീമിനെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിയുടെ വൈജ്ഞാനിക വളർച്ചയിൽ ന്യൂനപക്ഷങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ചർച്ചയെ ക്രോഡീകരിച്ചിട്ടുള്ള ബുള്ളറ്റിന്റെ പ്രകാശനം കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് KB സലാം നിർവഹിച്ചു. ചരിത്രകാരനും മൗലാന ആസാദ് ലൈബ്രറിയുടെ അഡ്വൈസറുമായിരുന്ന PM സെയ്ദ് മുഹമ്മദ് സാഹിബിന്റെ സ്മരണയ്ക്കായി മാറിമറിയുന്ന ചരിത്രവും ആധുനിക സമൂഹവും എന്ന വിഷയത്തിൽ നടത്തിയ പ്രബന്ധ രചനാ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു. മുഫീദ CS മാഞ്ഞാലി, സിസ്റ്റർ VD മോളി തൊപ്പുംപടി, റോയ് V എബ്രഹാം കോളഞ്ചേരി എന്നിവരാണ് വിജയികളായത്. മാനവികതയും മതസൗഹാർദ്ദവും എന്ന വിഷയത്തിൽ കവിതാലാപനവും ഉണ്ടായിരുന്നു. സെക്രട്ടറി PS സഫീർ യോഗത്തിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.